നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ നവീകരിക്കുന്നതിന്റെ മറവിൽ നടന്ന വൻ തട്ടിപ്പിൽ പവിത്രമായ സ്ഥാനത്തിരിക്കുന്നവർ പോലും അഴിമതിയുടെ കറപുരണ്ടവരാണെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റോടെ കേസിലെ ഗൂഢാലോചനയുടെ ചുരുളഴിയുകയാണ്. തന്ത്രി കണ്ഠരര് രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. പോറ്റിക്ക് സ്പോൺസറായി വഴിയൊരുക്കിയത് തന്ത്രിയായിരുന്നു. പോറ്റി സ്വർണ്ണക്കൊള്ള നടത്തിയതിനെക്കുറിച്ച് തന്ത്രിക്ക് അറിവുണ്ടായിരുന്നു. പോറ്റിയുടെ സ്വാധീനത്തിന് പിന്നിൽ തന്ത്രിയെന്നും അന്വേഷണ സംഘത്തിന് മൊഴി ലഭിച്ചു. തന്ത്രിക്കെതിരെ ശബരിമലയിലെ ജീവനക്കാരും മൊഴി നൽകി. അറസ്റ്റ് വ്യക്തമായ മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണെന്നും SIT വ്യക്തമാക്കി. കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കുരുക്കായി മാറിയത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ മൊഴിയാണ്. കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി രാജീവർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് പത്മകുമാർ പറഞ്ഞു. ശബരിമലയിൽ പോറ്റി ശക്തനായത് തന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻബലത്തിലെന്നും പത്മകുമാർ മൊഴി നൽകി. ശബരിമലയിൽ സ്പോൺസറാകാൻ പോറ്റി സർക്കാരിൽ ആരെയൊക്കെ സമീപിച്ചെന്ന ചോദ്യത്തിന് പത്മകുമാർ കൃത്യമായ ഉത്തരം നൽകിയില്ല. സന്നിധാനത്ത് വെച്ച് ഗോൾഡ് പ്ലേറ്റിംഗ് വർക്കുകൾ സന്നിധാനത്ത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് മാനുവലിന് വിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയതെന്നും ഉദ്യോഗസ്ഥരുടെ കൃത്യമായ തൂക്കവും അളവും എടുത്ത് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പത്മകുമാർ പറഞ്ഞു. ഏറെ നാളത്തെ നിരീക്ഷണത്തിനും തെളിവ് ശേഖരണത്തിനും ഒടുവിലാണ് SIT തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തത്. മുൻകൂർ ജാമ്യം എടുക്കാനുള്ള സാധ്യത ഒഴിവാക്കാൻ അതീവ രഹസ്യമായിട്ടാണ് അന്വേഷണ സംഘം നീങ്ങിയത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യഹർജി വേളയിൽ പോലും തന്ത്രിയുടെ പങ്ക് വെളിപ്പെടുത്താതിരിക്കാൻ SIT ശ്രദ്ധിച്ചിരുന്നു. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് അദ്ദേഹത്തെ തന്ത്രി കണ്ഠരര് മോഹനരുടെ സാന്നിധ്യത്തിൽ വീണ്ടും മൊഴിയെടുപ്പിന് വിധേയനാക്കി. കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് എത്തിച്ചതിലും അഴിമതിക്ക് കളമൊരുക്കിയതിലും തന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പോറ്റിയുമായി തന്ത്രിക്കുള്ള 20 വർഷത്തെ ബന്ധം ദുരുപയോഗം ചെയ്യപ്പെട്ടു. സ്വർണ്ണപ്പാളികൾ നവീകരിക്കാൻ തന്ത്രി നൽകിയ 3 അനുമതികൾ സംശയകരമാണ്. സന്നിധാനത്തിന് പുറത്തേക്ക് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയതിലൂടെ കൊള്ളയ്ക്ക് തന്ത്രി വഴിയൊരുക്കിയെന്ന് SIT കരുതുന്നു. ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന വ്യക്തി എന്ന നിലയിൽ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ തന്ത്രിയും ഉൾപ്പെടുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ഭഗവാന്റെ അനുഗ്രഹമായി മാത്രം നൽകിയ അനുമതികളാണെന്ന തന്ത്രിയുടെ മുൻവാദം ഇതോടെ പൊളിഞ്ഞു. അതേസമയം തന്ത്രിയുടെ അറസ്റ്റിൽ ദേവസ്വം മന്ത്രി VN വാസവൻ പ്രതികരിച്ചില്ല. വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നാണ് മന്ത്രിയുടെ നിലപാട്. അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിലാണ്. അതിനിടയിൽ ഓരോ സംഭവത്തിനും പ്രതികരിക്കുന്നത് ശരിയല്ലെന്നും ദേവസ്വം മന്ത്രി അറിയിച്ചു. സ്വർണ്ണക്കൊള്ള അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് DGP റവാഡ ചന്ദ്രശേഖരം അറിയിച്ചു. SIT പ്രവർത്തിക്കുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. അന്വേഷണ സംഘത്തിന് നടപടി സ്വീകരിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അറസ്റ്റ് സംബന്ധിച്ച മറ്റ് വിവരങ്ങൾ പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നും സംസ്ഥാന പോലീസ് മേധാവി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരള പോലീസിന് പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസിൽ പിടിമുറുക്കി കഴിഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED കൊച്ചി യൂണിറ്റ് കേസെടുത്തിട്ടുണ്ട്. A. പത്മകുമാർ, N. വാസു, ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരടക്കം ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത എല്ലാവരും EDയുടെ നിഴലിലാണ്. ജോയിന്റ് ഡയറക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷണം. അതേസമയം സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ലെന്നായിരുന്നു കണ്ഠരര് രാജീവര് മുൻപ് മൊഴി നൽകിയത്. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ മാത്രമാണ് അനുമതി നൽകിയത്. നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നു അനുമതി നൽകിയതും. പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ലായിരുന്നു. പോറ്റി ആദ്യം അറിയുന്നത് കീഴ്ശാന്തി എന്ന നിലയിലാണ്. സ്പോൺസർ എന്ന നിലയിൽ പരിചയം തുടർന്നെന്നുമായിരുന്നു അദ്ദേഹം മുൻപ് മൊഴി നൽകിയത്. അതേസമയം ചോദ്യം ചെയ്തതിന് പിന്നാലെ വളരെ തന്ത്രപരമായിട്ടാണ് തന്ത്രിയെ SIT സംഘം അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്.